എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടതാണ്. ഓഗസ്റ്റ് 22-ാം തീയതിക്കകം ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോം പേജിൽ നിന്ന് ലഭിക്കുന്ന ഫീ പേയ്മെൻറ്റ് സ്ലിപ്പ് മുഖേനയോ ഫെഡറൽ ബാങ്ക് ശാഖയിലൂടെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. 2024 ഓഗസ്റ്റ് 22-നുള്ളിൽ വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് വരുന്ന 2-3 അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കുന്നതും ആയിരിക്കില്ല. വിദ്യാർത്ഥികൾക്ക് ഇവിടെ സൈഡിലായിട്ട് 3 ലൈൻസ് കാണാൻ സാധിക്കും. അതിനു മുമ്പായിട്ട് നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള പത്രക്കുറിപ്പ് നോക്കാം. അപ്പോൾ ഈ ഒരു പത്രക്കുറിപ്പ് പ്രകാരം വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 22-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഓൺലൈനായിട്ടും നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് ബാങ്ക് വഴിയും ചലാൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യേണ്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജ് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നത് ആയിരിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ച് ഫീസ് അടച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ ഓപ്ഷനുകൾ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകൾക്ക് പരിഗണിക്കപ്പെടേണ്ടതില്ല എങ്കിൽ അവ ഓപ്ഷൻ ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്യേണ്ടതാണ്. ഫീസ് അടക്കാത്തവർക്ക് അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും അവരുടെ ഓപ്ഷനുകൾ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ കൺസിഡർ ചെയ്യുന്നതും ആയിരിക്കില്ല. ഫീസ് അടച്ചവർ കോളേജിൽ ഇപ്പോൾ അഡ്മിഷൻ എടുക്കേണ്ടതില്ല. രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ഓഗസ്റ്റ് 22-ന് 5 മണിവരെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റും മറ്റ് കാര്യങ്ങളും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അലോട്ടഡ് ലിസ്റ്റ് എന്നുള്ള ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു എന്നറിയാനായിട്ട് അലോട്ടഡ് ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ലോഡ് ചെയ്ത് കിട്ടണമെന്നില്ല. കാരണം എല്ലാ വിദ്യാർത്ഥികളും ഒരേ സമയത്ത് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേ സമയം തന്നെ ഈ ഒരു പേജ് ലഭ്യമാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നില്ല എങ്കിൽ കുറച്ച് അല്പം കഴിഞ്ഞ ശേഷമൊക്കെ ട്രൈ ചെയ്യുക. കാരണം കുറച്ച് സമയം കഴിയുന്ന സമയത്ത് എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു വെബ്സൈറ്റ് അതായത് അവരുടെ റിസൾട്ട് ഓൾറെഡി പരിശോധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഏത് കോഴ്സിൻ്റെ അലോട്ട്മെൻറ്റാണ് അതുപോലെ ഏത് കോളേജിലെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലിസ്റ്റാണ് വേണ്ടത്. അതനുസരിച്ച് കോഴ്സും കോളേജും സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ലിസ്റ്റ് ഈ ഒരു പേജിലേക്ക് ലോഡായിട്ട് വരുന്നതാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും ആ ഒരു പേജ് ലോഡ് ചെയ്യാനായിട്ട് കുറേ ടൈം എടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു വെബ്സൈറ്റ് നിരവധി വിദ്യാർത്ഥികളായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേജ് അതായത് ഈ ഒരു ലിസ്റ്റ് നോക്കുന്ന സമയത്ത് ആ ഒരു ലോഡ് ചെയ്യാനായിട്ട് കുറേ ടൈം എടുക്കുന്നത് കാണാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നോക്കേണ്ടതില്ല, ജസ്റ്റ് കുറേ സമയം കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഒന്ന് നോക്കുക. ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഈ ഒരു പേജ് തന്നെ ലോഡ് ചെയ്യുന്നില്ല എന്നുള്ളത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇനി എങ്ങനെയാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റും കാര്യങ്ങളും എന്നുള്ളത് നോക്കാം. അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം അതായത് ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഈ ഒരു പേജൊക്കെ ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ആ ഒരു പേജൊന്നും ലോഡാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് പറയാം. ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നൽകാണ്ടാവും. ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുക. അതിനുശേഷം രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും നൽകി സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ പോയി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ അവിടെയൊന്നും നോക്കേണ്ടതില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു പേജിൽ തന്നെ സൈഡിലായിട്ട് മുകൾ ഭാഗത്തായിട്ട് തന്നെ നിങ്ങൾക്ക് 3 ലൈൻസ് കാണാൻ സാധിക്കും. അതായത് ഈ ഒരു പേജിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ അതായത് LBSൻ്റെ ആ ഒരു ഇൻഡെക്സ് പേജിൽ കണ്ടതുപോലെ തന്നെ നിങ്ങൾക്ക് 3 ലൈൻസ് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു 3 ലൈൻസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അലോട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പേജിൽ ഏത് കോളേജിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് സ്റ്റാറ്റസും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സ്റ്റാറ്റസ് പേജിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് സ്റ്റാറ്റസ് അവിടെ വന്നത് കാണാൻ സാധിക്കില്ല. അപ്പോൾ അത് നൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക.
അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവിടെ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം അത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് നാളെ ആയാലും ചെയ്താൽ മതി. കാരണം ഇപ്പോൾ സൈറ്റ് കുറച്ച് സ്ലോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഒരു ഫീ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് കഴിഞ്ഞ ശേഷം ഈ ഒരു ഫീ പേയ്മെൻ്റ് ഒക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളോട് 2 ഓപ്ഷൻസ് ഉണ്ടാവും. അതായത് ഒന്ന് ചലാൻ ഓപ്ഷൻ ഉണ്ടാവും, അടുത്തത് ഓൺലൈൻ മോഡ് ഉണ്ടാവും. അപ്പോൾ ഓൺലൈനായിട്ടുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അതുപോലെ നെറ്റ് ബാങ്കിങ്, UPI ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചലാൻ ഉപയോഗിച്ചാണെങ്കിൽ ചലാൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ആ ഒരു ചലാന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അത് ഡൗൺലോഡ് ചെയ്ത് തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖ വഴി നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അതുപോലെ എത്ര രൂപയാണ് നിങ്ങൾക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റ് വന്നിട്ടുള്ളത്, ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് ആ ഒരു അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ തന്നെ നൽകിയിട്ടുണ്ടാകും. അതിൽ പറയുന്ന ഫീസ് മാത്രമാണ് വിദ്യാർത്ഥികൾ അടയ്ക്കേണ്ടത്. അതുപോലെ SC ST OEC വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഗവൺമെൻറ് കോളേജിലാണ് കിട്ടിയതെങ്കിൽ നഴ്സിംഗ് ആണെങ്കിൽ 23,170 രൂപയും ബാക്കി കോഴ്സുകൾ ആണെങ്കിൽ ഏകദേശം 22,000 സംതിങ്ങും അതുപോലെ അതിൽ കുറവുമൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചേഞ്ച് ആയിട്ട് വരുന്നതായിരിക്കും. അതായത് ചില കോഴ്സുകൾക്ക് ഫീസ് കുറവാണ്. അതുപോലെ സെൽഫ് ഫിനാൻസിൽ കിട്ടുകയാണെങ്കിൽ 25,000 രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് വരിക. അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിക്ക് ഈ ഒരു ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ 23,170 രൂപയാണ് ഈ ഒരു ഗവൺമെൻറ് കോളേജിൽ കിട്ടുന്നത്. അതുപോലെ SC ST OEC വിഭാഗക്കാർക്ക് 1000 രൂപ മാത്രമാണ് ഫീസ് ഇനത്തിൽ വരുന്നത്. അതുപോലെ സെൽഫ് ഫിനാൻസിൽ കിട്ടിക്കഴിഞ്ഞാലും SC ST വിദ്യാർത്ഥികൾക്ക് 1000 രൂപ മാത്രമാണ് ടോക്കൺ ഫീ ഇനത്തിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടോ നിങ്ങൾക്ക് അടക്കാം. അപ്പോൾ എങ്ങനെ അടച്ചു കഴിഞ്ഞാലും ആ ഒരു ചലാൻ്റെ സ്ലിപ്പോ ഓൺലൈനായിട്ട് അടക്കുന്നതെങ്കിൽ ഓൺലൈനായിട്ട് അടച്ചതിൻ്റെ ആ റെസിപ്റ്റും ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് അഡ്മിഷൻ ടൈമിൽ നിങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം മാത്രം റിമൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇതേക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.